വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഡയറീസ് ഓഫ് ഐറ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ടി വിയിൽ ഉപ്പും മുളകും കണ്ടുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സിറ്റ്കോംസൊക്കെ. അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അളിയൻസും ഉപ്പുമുളകും. ഞാൻ എന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ടാണ് കഴിക്കാറ്. അതിനുശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കപ്പ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് സൺഡേയിലാണ്. അപ്പം കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ സൺഡേസിലധികം ഉണ്ടാവാറ്. അപ്പം ഇന്നത്തെ വീഡിയോയിലും അധികം അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് വന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ഞാൻ വീക്ക്ലി വൺസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇന്ന് ബെഡ്ഷീറ്റ് മാത്രമല്ല കേട്ടോ, ഞാൻ പുതയ്ക്കണ ആ ഒരു വിരിയും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ആ ഒരു ടെഡി ബിയറിലെ ആ ഒരു പാവയും കൂടെ ഞാനൊന്ന് കഴുകുന്നുണ്ട്. അതൊക്കെ കഴുകിയിട്ട് കുറേ ആയിട്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് പോണ സമയത്ത് അമ്മ ദാ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ മുളകിട്ടാണ് വെക്കണത്. ആ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല. മീൻ കറീൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പുറത്ത് പച്ചക്കറി വെക്കാനുണ്ട് ചെറുപയറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കിച്ചൺ സെറ്റപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് പണ്ട് കണ്ടവർക്കൊക്കെ അറിയാം. ഇവിടെ ആയിരുന്നില്ല ഞങ്ങളുടെ ഗ്യാസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ചെന്നിട്ട് എൻ്റെ പാവക്കുട്ടിയും വിരിയും സോപ്പും പൊടിയിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചു. എന്നിട്ട് ഇതാ ബീട്രൂട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട പണിയാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ക്ലീനിങ്ങും. ഇത് രണ്ടും ഞാൻ നല്ലോണം ആസ്വദിച്ച് ചെയ്യുന്ന പണിയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഏകദേശം ഒരു സന്ധ്യാസമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ കിളികളൊക്കെ കൂട്ടിപ്പോണ സമയമാണല്ലോ, അവരൊക്കെ നല്ലോണം ഒച്ചപ്പാടെടുത്തിട്ടാണ് പോണത്. അപ്പം അതൊന്നും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ആ ഒരു പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ പോയിട്ട് പ്ലാന്റ്സൊക്കെ ടേക്ക് കെയർ ചെയ്യാണ് കേട്ടോ. ഇതും വീക്ക്ലി വൺസ് ഉള്ള പരിപാടിയാണ്. ഞാൻ അതിൽ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതിന് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ലീവ്സൊക്കെ നല്ലോണം തുടച്ചു കൊടുക്കും കേട്ടോ. നല്ലോണം പൊടി പിടിച്ചിരിക്കും. അങ്ങനെ ഇലയിലുള്ള പൊടികളൊക്കെ തുടച്ചതിന് ശേഷം ഞാനത് ഓരോന്നും എവിടെ നിന്നാണ് എടുത്തത് അവിടെ കൊണ്ടുവച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടീസൊക്കെ എന്തൊക്കെയാണ് എന്ന് ചെയ്യേണ്ട മെയിൻ പരിപാടീസ്, അതായത് ഈ ക്ലീനിങ്, ഓർഗനൈസിങ്, ഇങ്ങനെ വാഷ് ചെയ്യാനിട്ടത്, അതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ മറക്കും. ഇങ്ങനെയാകുമ്പം ഞാനത് ഓരോന്നും നോക്കി നോക്കി ചെയ്യും കേട്ടോ. അതിനുശേഷം ഇതെല്ലാം എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴത്തേക്കൊന്നും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. മീൻ കറി ആയിട്ടുണ്ടായിരുന്നു, ആ മീൻ ഞാൻ കൂട്ടൂല. അപ്പം ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും ആ ഒരു മീൻ വറുത്തതും കൂട്ടി ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാനാണ് മെയിനായിട്ട് ഇഷ്ടം. എനിക്ക് വലിയ കറികൾ വേണമെന്നൊന്നുമില്ല. ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് തലയിൽ വെളിച്ചെണ്ണ തേക്കുകയാണ് കേട്ടോ. അതൊരു ഇളം ചൂട് വെള്ളമാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പം ആ ചൂട് തട്ടിയിട്ട് ഓയിലും കൂടെ ചൂടാവും, ചെറുതായിട്ട് ഇളം ചൂട്. അപ്പം അത് തലയിൽ തേക്കുന്നത് നല്ലതാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പം അതാണ് ഞാൻ തലയിൽ തേക്കുന്നത് കേട്ടോ. ആദ്യം മുടി 2 വശത്തോട്ട് നന്നായിട്ട് ചീകി, എന്നിട്ട് ആ ബോട്ടിൽ ഇങ്ങനെ തലയിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് താനേ ഓയിൽ ഇറങ്ങി വന്നോളൂ കേട്ടോ. ആദ്യം സ്കാൽപ്പിൽ നല്ലോണം എണ്ണ തേച്ച് കൊടുക്കും, എന്നിട്ട് മുടീൻ്റെ എൻഡ്സിലും തേച്ച് കൊടുക്കും കേട്ടോ. ഞാൻ ഈ ഒരു സൺഡേസിൽ നല്ലോണം എണ്ണ തേക്കും കേട്ടോ തലയിൽ. എണ്ണ മീൻസ് അത് പ്യുവർ കോക്കനട്ട് ഓയിലാണ്. എന്നിട്ട് നല്ലോണം മുടി മസാജ് ചെയ്ത് കൊടുക്കും. അത് അത്യാവശ്യം ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ പോയി കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു ബോഡി ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പ്ലമ്മിൻ്റെ വാനില വൈബ്സ് ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. എന്നിട്ട് ഞാൻ ചെന്നിട്ട് വിരി രാവിലെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് ഇതുവരെ വിരിച്ചിട്ടില്ലായിരുന്നു. വിരിയും കൂടെ വിരിച്ചു കൊടുത്തു. എന്നിട്ട് എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് എഴുതാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു നെക്സ്റ്റ് വീഡിയോ.